അമ്മ എന്താ അടുക്കളയിൽ പരിപാടി? ഇത്തിരി അമ്മ ചിക്കൻ കറി വെക്കാൻ പറഞ്ഞിട്ടാണ്. തന്നെ തേങ്ങാപ്പാല കൊഴിച്ചിട്ട് നമുക്ക് ഗ്രേവി ടൈപ്പില്. അപ്പൊ നമുക്കിന്നൊരു വിരുന്നുകാരുണ്ട്. ഓ, അപ്പൊ ഇത്തിരി ചിക്കൻ കറി അമ്മ വെക്കാം. എന്റെ അമ്മ കുറച്ച് പൊറോട്ട ഉണ്ടാക്കി. ഓക്കെ അമ്മ, ഞാൻ ഉണ്ടാക്കി തരാം. അപ്പൊ ഉരുളിയൊക്കെ അമ്മ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണു അല്ലേ? വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഗ്രേവിയാക്കി വെച്ചാൽ പൊറോട്ടയ്ക്ക് സൂപ്പറായില്ലേ അമ്മ? അതിരി എരിവ് കുറച്ച് ആക്കിയ മക്കൾക്കും ഇഷ്ടപ്പെടും. ചെയ്യാൻ വേണ്ടിട്ടാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം. ശരി അമ്മ. അപ്പൊ സബോളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2-3 പച്ചമുളക് കീറിയിട്ടുണ്ട് അല്ലേ? ആവശ്യത്തിന് സബോളയും അതുപോലെ പച്ചമുളകും അമ്മ ഇട്ട് കൊടുക്കണ്ടേ അല്ലേ? ശരി അമ്മ. സബോളൊക്കെ വാടി സെറ്റായില്ലമ്മ. അപ്പൊ അമ്മ അതിരിക്കതാ തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കും. ശരി അമ്മ. തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചായച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളി. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വാടട്ടെ അല്ലേ അമ്മ? ഗ്രേവിയൊക്കെ സെറ്റായമ്മ? സെറ്റായി. അമ്മ അപ്പൊ ആവശ്യത്തിന് ഉള്ള പൊടികളൊക്കെ ഇടാൻ പോകും. ഗ്രേവികളൊക്കെ വാടി ഇഞ്ചി വെളുത്തുള്ളി തക്കാളിയൊക്കെ വാടി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കുരുമുളക്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഉപ്പില്ലമ്മ? ആവശ്യത്തിനുള്ളത് എല്ലാം കുറേശ്ശെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ അത് ഇട്ട് കൊടുക്കണം. ശരി അമ്മ. പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നു. വാടി വരട്ടെ. ചിക്കൻ കറി ആയോ റെഡിയായെന്ന് നോക്കാൻ താരക്കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. ഈ പൊടിയൊക്കെ ഒന്ന് പച്ചമണം മാറി വരട്ടെ. ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കൊട്ടണം. ശരിയമ്മ. ചിക്കനൊക്കെ എണ്ണയിലൊന്ന് ചുരുണ്ട് സെറ്റായി വരട്ടല്ലേ അമ്മ? നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഓ ശരി അമ്മ. ചിക്കനൊക്കെ ചുരുണ്ടൂലമ്മ? ചിക്കൻ വെള്ളമൊക്കെ ചാടി ചുരുണ്ട് സെറ്റായി വരുന്നുണ്ട്. ഇനി ഒന്ന് വെന്ത ശേഷം പാലൊഴിക്കമ്മ. ശരി അമ്മ. ചിക്കനൊക്കെ നല്ല ചുരുണ്ട് റെഡിയായി. അപ്പൊ അമ്മ 2ാം പാല് ഒഴിച്ചു കൊടുക്കണം. ശരി അമ്മ. ശരി.
ലാസ്റ്റ് 2 തേങ്ങ എടുത്തിട്ടുണ്ടല്ലേ അമ്മ? ആ. കുറച്ച് ഗ്രേവി വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് 2 തേങ്ങ എടുത്തിരിക്കുന്നത് അതിൻ്റെ 2-ാം പാൽ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഒന്നുകൂടെ അടച്ച് വയ്ക്കാം അല്ലേ? തിളച്ചൂലമ്മ? സെറ്റായി, കുറച്ച് സെറ്റായി. കറിയൊക്കെ നല്ല കുറുകിയിട്ടുണ്ട്. നല്ല എന്താ പറയുക, കൊഴുപ്പും ഇതങ്ങനെ നല്ല ഇതുമായിട്ടുണ്ട്. നമുക്ക് എരിവും ഒക്കെ പാകത്തിന് ഉണ്ടാവുന്നത് നന്നായിരിക്കും തേങ്ങാപ്പാലാവുമ്പോൾ. അതല്ലേ മാ, കഴിക്കാനും കുട്ടികൾക്കാണെങ്കിലും കഴിക്കാം. എരിവുണ്ടെന്നൊന്നും പറയില്ല. ഗ്രേവിക്ക് ഗ്രേവി ആയി അല്ലേ? സെറ്റായി. അപ്പൊ അങ്ങനെ നമുക്ക് കണക്കിന് ഈ പാകത്തിൽ ഇറക്കണം. ഈ തേങ്ങാപ്പാല് 1-ാം പാൽ ഒഴിക്കുമ്പോൾ ഒന്നുകൂടി കട്ടിയാവില്ലേ മാ? ആരെ അപ്പൊ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. ശരി അമ്മ. പിന്നെ കട്ടിയുള്ള 1-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. കറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞില്ലേ അമ്മ? പണി കഴിഞ്ഞ് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് ആ ശരി അമ്മ. ഇപ്പം മല്ലിയിലയും വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു അല്ലേ? ഇനി നമ്മൾ 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കറിന് തിളപ്പിക്കാൻ പറ്റില്ല അല്ലേ അമ്മ? ഓഫാക്കുക. ഒരുപാട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത്ര ഇതായിരിക്കില്ല. ഇതാണ് അവൻ്റെ കറിയൊക്കെ സെറ്റായി. തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല കട്ടിയുള്ള കുറുന്നനെയുള്ള ചിക്കൻ കറിയെന്നോ ചിക്കൻ കുറുമാന്നോ എന്ത് വേണമെങ്കിൽ പറയാലേ അമ്മ. സംഭവമൊക്കെ അടിപൊളിയായി. ഇനിയിപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെയോ പൊറോട്ടൻ്റെ കൂടെയോ ഇനിയിപ്പോൾ ദോശ എന്തായാലും കഴിക്കാം. അപ്പോൾ നമ്മളിന്ന് പൊറോട്ടയാണ്. എന്താ പൊറോട്ടൻ്റെ ബോളൊക്കെ വീശി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പൊറോട്ട കൂടിയാണ് കഴിക്കാൻ പോണ്. അപ്പോൾ നമ്മളുടെ ചിക്കൻ കറി റെഡി. തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള ചിക്കൻ കറി ഗ്രേവി എല്ലാം നല്ല സെറ്റായി. ഓഫാക്കിയമ്മ. അപ്പോൾ ഇതേപോലെ എൻ്റെ മക്കളും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എന്താണ് പറഞ്ഞ അഭിപ്രായങ്ങൾ അമ്മനെ അറിയിക്കുക. അപ്പോൾ നമ്മളിന്ന് പൊറോട്ടയ്ക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് സൗകര്യം എങ്ങനെയാ പറഞ്ഞാൽ എന്താണ് വേണ്ടത് പറഞ്ഞാൽ അത് ഉണ്ടാക്കുക. എന്നിട്ട് നോക്കുക, പരിപാടി സെറ്റായി പറഞ്ഞാൽ അമ്മനെ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ ബൈ.